CPIM BJP ഡീൽ എന്ന പ്രതിപക്ഷ ആരോപണത്തിന് പിന്നാലെ LDFനെ വെട്ടിലാക്കി SDPI വോട്ട് വിവാദം. ആരോപണം ഇടതു നേതാക്കൾ തള്ളുന്നുണ്ടെങ്കിലും SDPI വോട്ടുകൾ വേണ്ടെന്ന് പറയാൻ തയ്യാറാകാത്തതാണ് പ്രതിപക്ഷ ആരോപണത്തിന് മൂർച്ചയേക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ SDPI പിന്തുണ വേണ്ടെന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചു. SDPIയുമായി ഡീൽ എന്ന പ്രതിപക്ഷ ആരോപണമാണ് LDFന് പുതിയ തലവേദന. SDPIയുടെ പിന്തുണ തേടിയിട്ടില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കുമ്പോഴും അവരുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ തയ്യാറായില്ല. ഞങ്ങൾ SDPIയുമായി ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയും നടത്തിയിട്ടില്ല. SDPI അവരുടെ സ്വതന്ത്രമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മണ്ഡലത്തിൽ എങ്ങനെ വോട്ട് ചെയ്യണം, അവർക്കൊരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത ചില ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടി അവരുടെ വോട്ട് ഫലപ്രദമായി വിനിയോഗിക്കണം എന്ന് SDPI തീരുമാനിച്ചാൽ അത് അവരുടെ തീരുമാനമാണ്. CPIMനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അസന്നിഗ്ധമായി പറയാനുള്ളത് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾ വോട്ട് ചെയ്യണം എന്ന തരത്തിൽ SDPIയുടെ നേതൃത്വവുമായി ഞങ്ങൾ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും വ്യക്തമായ മറുപടി പറയാനായില്ല. തീവ്രവാദത്തിന്റെ വിഷവിത്ത് പാകിയ പ്രസ്ഥാനങ്ങളോട് LDFന് സന്ധിയില്ലെന്നും വോട്ട് ചെയ്യുമ്പോൾ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവരുടെ വോട്ട് സ്വീകരിക്കുമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. മതത്തെ മതഭ്രാന്തമാക്കി മാറ്റുന്നവരുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ ബിനോയ് വിശ്വം SDPIയുടെ വോട്ട് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. മതത്തെ മതഭ്രാന്താക്കി മാറ്റിയ, തീവ്രവാദത്തിൻ്റെ മറയാക്കി മതത്തെ മാറ്റുന്ന ഒരാശയത്തിൻ്റെയും സംഘടനയുടെയും കൂടെ ഞങ്ങളില്ല. അവരുടെ കൂടെ ഞങ്ങളില്ല. ഞങ്ങൾക്ക് എല്ലാ മനുഷ്യൻ്റെയും വോട്ട് മതി. മനുഷ്യൻ്റെ മാത്രം വോട്ട് മതി. മനുഷ്യൻ്റെ മാത്രം വോട്ട് മതി എന്ന് ഞാൻ പറഞ്ഞത്. SDPI പിന്തുണ നൽകുന്നത് വികസനത്തിനായിരിക്കാമെന്നും എന്തിനാണ് പിന്തുണ നൽകുന്നതെന്ന് അവരോട് ചോദിക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞു. ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ലെന്നും തോമസ് ഐസക്. എല്ലാവിധ വർഗീയ ശക്തികൾക്കുമായിട്ടെതിരായിട്ട് മതനിരപേക്ഷ നിലപാട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചോദിക്കുന്നത്. അതിനെ ആർക്ക് വേണമെങ്കിൽ പിന്താങ്ങിയാലും ഞങ്ങൾ ആ വോട്ട് വേണ്ടെന്ന് പറയത്തില്ല. ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക്, ഞങ്ങളുടെ കാഴ്ചപ്പാടിന് വ്യത്യസ്തമായിട്ടുള്ള സംഘടനകളുമായിട്ട് ചർച്ച, നീക്കുപോക്ക് ഉണ്ടാക്കാൻ ഈ പണിക്കൊന്നും പോകത്തില്ല. പക്ഷേ ആരുടെ വോട്ട് തന്നാലും അത് വേണ്ടെന്ന് പറയത്തില്ല. അതെന്തിനു വോട്ട് കൊടുക്കുന്നു എന്നുള്ള ചർച്ച ചെയ്യേണ്ടത് വോട്ട് തരുന്നവരാണ്. ഇതിനിടെ LDFനെതിരെ UDF ആരോപണം കടുപ്പിച്ചു. ധൈര്യമുണ്ടെങ്കിൽ SDPI പിന്തുണ വേണ്ടെന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി. SDPIയോടല്ല ചോദിക്കേണ്ടത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണം. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ ഉണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ SDPIയുടെ പിന്തുണ വേണ്ട, അത്തരം ശക്തികളുടെ പിന്തുണ വേണ്ട എന്ന് ഉറച്ചു പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കില്ല, ധൈര്യമില്ല. നിങ്ങളിതെല്ലാം പരസ്യമായിട്ട് പറയുകയും രഹസ്യമായി RSSുമായി ഡീൽ ചെയ്യുകയും ഒരു വശത്ത്, മറുവശത്ത് SDPI ഡീൽ ചെയ്യുന്നു. ഇവരെന്തും പറയും, പരസ്പര ബന്ധമില്ലാത്ത പറയും. പണ്ട് പറഞ്ഞതല്ല ഇപ്പം പറയുന്നത്. അതുപോലെ കാപഢ്യമാണ്. കാപഢ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് UDF ആണെന്നും കോൺഗ്രസും BJPയും തമ്മിലാണ് ഡീലെന്നുമാണ് ഇടതുമുന്നണിയുടെ മറുപടി. കോൺഗ്രസിന്റെ ഡീല് മറയ്ക്കാനാണ് CPIMനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും CPIM നേതാക്കൾ വിശദീകരിക്കുന്നു. അതിനിടെ തിരുവനന്തപുരത്ത് 2 സീറ്റുകളിൽ ഡീൽ ആരോപണവുമായി LDF രംഗത്തെത്തി. അരുവിക്കരയും തിരുവനന്തപുരം സെൻട്രലും തമ്മിൽ BJPയും കോൺഗ്രസും ധാരണയിലെത്തിയെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി AA റഹീം ആരോപിച്ചു. 2 സീറ്റുകളിലെ ധാരണ BJPയും കോൺഗ്രസും തമ്മിൽ വ്യക്തമായിരിക്കുന്നു. അത് തിരുവനന്തപുരം സെൻട്രലും അരുവിക്കരയും തമ്മിലാണ്. BJPയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. BJP ക്യാമ്പുകൾ VS ശിവകുമാറിന് വേണ്ടി അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. അതേസമയം തിരുവനന്തപുരം സെൻട്രൽ നോക്കൂ, ശ്രീ VS ശിവകുമാറിന്റെ തട്ടകമായിരുന്ന തിരുവനന്തപുരം സെൻട്രലിൽ കോൺഗ്രസിന്റെ ഏത് പ്രവർത്തകരെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ഈ ഡീൽ വളരെ പകൽ പോലെ വ്യക്തമാണ്. വിവാദം കനക്കുമ്പോഴും തെരഞ്ഞെടുപ്പിൽ ആരെയാണ് പിന്തുണയ്ക്കുകയെന്ന് SDPI ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, കോഴിക്കോട്.